തിരുനെല്ലിയിൽ യുവതിയെ ലിവിംഗ് ടുഗദർ പങ്കാളി വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് പോക്സോ കേസും ചുമത്തിയിരിക്കുന്നു. യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ പ്രതിക്കെതിരെ കൊലപാതക ശ്രമം, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. യുവതിയുടെ 9 വയസ്സുകാരി മകളെ തട്ടിക്കൊണ്ടുപോയതിനും കേസെടുത്തിട്ടുണ്ട്. പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ ഇന്ന് കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കും. അരും കൊലയിലേക്ക് നയിച്ചത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലുകളായിരുന്നു. പങ്കാളിയുടെ വെട്ടേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലും പ്രതികാരവുമാണ്. സംഭവത്തിന് പിന്നാലെ കാണാതായ 9 വയസ്സുകാരിയെയും കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലി ചേകാടിയിൽ താമസിക്കുന്ന യുവതിയെ ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷ് കൊലപ്പെടുത്തുന്നത്. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇവർ മകൾക്കൊപ്പമാണ് ചേകാടിയിൽ താമസിച്ചത്. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ മൂത്ത മകളെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇളയ കുട്ടിയെയും ദിലീഷിനെയും കാണാതായിരുന്നു. ഇളയ കുട്ടി ആക്രമണം കണ്ട് ഭയന്ന് കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കാം എന്നതാണ് നിഗമനം. തിങ്കളാഴ്ച രാവിലെയോടെയാണ് കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടുപോയിരുന്നു. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല. കൊലപാതകം നടന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവം പറഞ്ഞ് തിരുനെല്ലി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കുട്ടിയെയും കണ്ടെത്താനായിരുന്നില്ല. യുവതിയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും ലഭ്യമായിട്ടില്ല. മറ്റൊരാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചത്. ഇയാളുമായി അകന്നതിന് ശേഷമാണ് ദിലീഷുമായി ഒരുമിച്ച് താമസിച്ചിരുന്നത്. അടുത്തിടെ ദിലീഷുമായി യുവതി അകലാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ദിലീഷിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ദിലീഷ് 7 മണിയോടെ ആയുധം ഉപയോഗിച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ മൂത്ത മകൻ പരിസരവാസികളെ അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്.